ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടഞ്ഞുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, അഴിമതിയുടെ പശ്ചാത്തലം എന്താണ്? ആരാണ് വിജിലൻസ് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചത്? സുഹേലി, 2012 ഈ സംഭവം നടക്കുന്നത്. ഇടക്കൊച്ചിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി KCA സ്ഥലം വാങ്ങിയിരുന്നു. 26 ഏക്കർ സ്ഥലം 21 കോടി രൂപക്കാണ് വാങ്ങിയത്. അതിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. തൃശൂർ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം യൂണിറ്റ് അന്നത്തെ KCA ഭാരവാഹികളായ TC മാത്യു അടക്കമുള്ള ആളുകളെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എറണാകുളത്തെ മാത്രമല്ല, ഇടുക്കി സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോട്ടയം വിജിലൻസ് കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. 2 കേസുകളാണ് KCA ഭാരവാഹികൾക്കെതിരെ എടുത്തിരുന്നത്. പക്ഷേ ഈ കേസുകൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TC മാത്യു അടക്കമുള്ള ആളുകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണം റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് പൊതുസേവകന്റെ നിർവചനത്തിൽ KCA ഭാരവാഹികൾ വരില്ല എന്ന നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് റദ്ദു ചെയ്തത്. പിന്നാലെ ഹർജിക്കാർ വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ആ അപ്പീലിലാണ് ഇപ്പോൾ നിർണായകമായ തീരുമാനം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഈ സ്റ്റേഡിയം അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വിജിലൻസിന് തുടരാമെന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി പരാതിയിലാണ് KCA നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വിജിലൻസിന്റെ അന്വേഷണം തുടരാം. KCAക്ക് തിരിച്ചടി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.